ഈ ശ്ലോകം കുറച്ചും കൂടിയും ഗംഭീരമായിട്ടുള്ള ഒരു ആശയമാണ് നമുക്ക് തരുന്നത്. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ് മനം. അർക്കൻ പറഞ്ഞ സൂര്യൻ, അനലൻ പറഞ്ഞാൽ അഗ്നി, വെളിവ് സത്യം തേജസ്, അതൊക്കെ ഗ്രഹിക്കുന്ന കണ്ണ്. നമ്മുടെ കണ്ണൊക്കെ അങ്ങനെയാണ്. എല്ലാറ്റിനെയും കാണുന്നത് നമ്മുടെ കണ്ണാണ്. സൂര്യനെ നമ്മുടെ കണ്ണ് കാണുന്നു, അഗ്നിനെ നമ്മുടെ കണ്ണ് കാണുന്നു. അതൊക്കെ ഗ്രഹിക്കുന്ന നമ്മുടെ കണ്ണ്. വെറുതെ കാണുന്ന കണ്ണ് എന്ന് പറയുന്നില്ല. സൂര്യനെയും അഗ്നിയെയും ഒക്കെ കാണുന്ന കണ്ണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗീതയിൽ പറയുന്നുണ്ട്, ആദിത്യനിലും ചന്ദ്രനിലും അഗ്നിയിലും ഉള്ളതും ലോകത്തെ പ്രകാശിപ്പിക്കുന്നതുമായ തേജസ് എന്റേതാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോ സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും ഒക്കെ കാണുന്നു എന്ന് പറയുമ്പോ പ്രകാശത്തെ കാണുന്നു എന്നർത്ഥം. ആരാണ് കാണുന്നത്? പ്രകാശം തന്നെ, നമ്മളിലുള്ള പ്രകാശം തന്നെ. എവിടെയുള്ള പ്രകാശം? നമ്മളിലുള്ള പ്രകാശം. നമ്മള് പ്രകാശത്തിന്റെ പിണ്ഡീഭൂത അവസ്ഥയാണ്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം നമ്മളിലുണ്ട്. നാം തന്നെയാകുന്ന തേജസ്സിന്റെ പ്രവർത്തന സ്വരൂപമാണ് നമ്മുടെ ബുദ്ധി, ചിത്തം, അഹങ്കാരം, മനസ്സ്, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം. ഗീത ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വേഗം മനസ്സിലാവും കേട്ടോ. കുറച്ച് ആത്മീയമായിട്ട് ഒരു കുറച്ച് എന്താ പറയാ അന്വേഷണം നടത്തിയിട്ടുള്ളവർക്ക് ഇത് കിട്ടും. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ചർച്ചയിൽ പറയാം കേട്ടോ. ഇതിലൊക്കെ കൂടി വ്യാപിച്ച് ഇവയുടെ ഒക്കെ ആകത്തുകയായി എന്നാൽ ഇവയോടൊന്നും ബന്ധപ്പെടാതെ ഇവയിലൂടെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവ് പ്രകാശമാണ്. അതൊക്കെ അതവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യം മനസ്സിലായില്ലെങ്കിൽ പോട്ടെ, സാരില്ല. ഇപ്പൊ പറയുന്നത് എന്താന്നോട് പറയാം. നമ്മളിപ്പോ സൂര്യനെയും അഗ്നിനെയും ഒക്കെ കാണുന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണിന്റെ കണ്ണ് മനസ്സാണ്. സംശയമുണ്ടോ? കണ്ണിന്റെ കണ്ണ് മനസ്സാണ്. അതിന്റെ കണ്ണ് എന്താണ്? അതിന്റെ കണ്ണ് ബുദ്ധിയാണ്, ആത്മാവാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മള് കണ്ണ് തുറന്നിട്ടാണ് അങ്ങനെ ഇരിക്കണം, കണ്ണ് തുറന്നിരിക്കുകയാണ്. നമ്മൾ അവിടെ അങ്ങനെ ഒരു പാട്ട് കേൾക്കുകയാണ്. എന്താ പാട്ട്? റേഡിയോന്ന് നമ്മുടെ ഇഷ്ടഗാനം വരുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. റേഡിയോന്ന് പാട്ട് കേൾക്കുന്നു. നമ്മളത് കേട്ടിട്ട് ഇങ്ങനെ കണ്ണും തുറന്നിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു. നമ്മൾ കാണുമോ? കാണില്ല. കാരണം നമ്മളെ മനസ്സ് എങ്ങോട്ട് പോയി? ആ പാട്ടിലേക്ക് പോയി. നമ്മള് ഇപ്പൊ വല്ലാത്ത ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥ, എന്തെങ്കിലും നമ്മൾ കാണുമോ? അപ്പൊ ഇന്നലെ വൈകുന്നേരം നമ്മള് വണ്ടിയ ബാങ്ങിലെ നമ്മുടെ പ്രിയപ്പെട്ട ബാങ് സ്കൂളത്തെ കുട്ടികളുടെ ടീച്ചർമാരുടെയും ആ ദുരന്തം കണ്ടിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പറ്റിയോ? മനസ്സ് മുഴുവൻ അതിൽ പോയപ്പോ നമ്മൾ വല്ലതും കാണുണ്ടായോ? കണ്ടില്ല. അപ്പൊ കണ്ണിന്റെ നമ്മുടെ എന്താ പറയാ പുറം കണ്ണിന്റെ അകത്ത് ഉള്ള കണ്ണ് മനസ്സ്. അപ്പൊ ആ മനസ്സാകുന്ന കണ്ണിനും കണ്ണാണ് ആത്മാവ്. പ്രകാശത്തെ അറിയുന്ന, പ്രകാശത്തെ തേടിപ്പോകുന്ന ഒരു അധ്യാത്മ വിദ്യാർത്ഥി ബാഹ്യമായ കണ്ണിനെയും അതിന്റെ കണ്ണായ മനസ്സിനെയും പിന്നെ മനസ്സിനും കണ്ണായ ആത്മാവിനെയും എങ്ങനെ സമീപിക്കണത്രേ? പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധികളിലൂടെ സമീപിച്ച് അനുഭവിച്ചറിയണം. അത്ര പെട്ടെന്നൊന്നും ആകുന്ന കണ്ണിനെ അറിയാൻ പറ്റില്ല. അതിന് അതാണ് നമ്മൾ അമ്പലത്തിൽ എത്തുമ്പോൾ കണ്ണടച്ച് നിൽക്കുന്നത്. അത് പുറത്തുള്ള കണ്ണിൽ നിന്ന് മനസ്സിലേക്കും അതിൻ്റെ ഉള്ളിലേക്കും പോകാനുള്ളൊരു ചെറിയ ശ്രമം. ഇപ്പൊ പുറത്തുള്ള കണ്ണിൽ നിന്ന് അകത്തുള്ള കണ്ണ് എല്ലാറ്റിനെയും അടക്കുക, എന്നിട്ട് ആത്മാവാകുന്ന കണ്ണിലേക്ക് എത്തണം. അതാണ് നമ്മൾ എന്ന് അനുഭവിച്ചറിയണം. കണ്ണായിരുന്ന പൊരുൾ താൻ എന്നുറയ്ക്കും അളവ് ആനന്ദമെന്ത്. ആ ആത്മാവാകുന്ന കണ്ണ് അഥവാ ഉണ്മ ഞാൻ തന്നെയാണ് എന്ന് അനുഭവിച്ചറിയുമ്പോൾ
എല്ലാ സാംസാരിക ബന്ധങ്ങളിൽ നിന്നും, എല്ലാ പ്രപഞ്ച ബന്ധങ്ങളിൽ നിന്നും മോചനം കിട്ടി സുഖദുഃഖാദികളായ ദ്വന്ദ്ഭാവങ്ങൾക്ക് വിധേയനാകാതെ പിന്നെ നമുക്ക് എന്താണ്, നമ്മള് ആ ഒരു ഊർജമാണ്, ആ ഒരു ആത്മാവാണെന്ന് നമുക്ക് മനസ്സിലായ പിന്നെ നമ്മളെ ഒരു സുഖവും ബാധിക്കില്ല, ഒരു ദുഃഖവും ബാധിക്കില്ല. നിതാന്ത മധുരമായ അഖണ്ഡമായ ആനന്ദമായിട്ട് ഒരുവൻ പൂർണ്ണത പ്രാപിക്കും. അതാണ് പരമമായ ജീവിത ലക്ഷ്യം. അല്ലെങ്കിൽ എല്ലാ ഗുരുക്കന്മാരും പറയുന്നത് പോലെ, മോഹൻജി പറയുന്നത് പോലെ, കുറേ ദുഃഖവും കുറേ സുഖവും കുറേ ആഗ്രഹവും ഒക്കെ ആയിട്ട് പതുക്കെ 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 ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ ക്യാൻസർ വന്നിട്ടോ വേറെ കൈയും കാലും ഒഴിഞ്ഞിട്ടോ സ്ട്രോക്ക് വന്നിട്ടോ ഒക്കെ ഇങ്ങനെ പോകാം. എന്നിട്ട് ആ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചു വരാം, പിന്നെയും കുറെ അനുഭവിക്കാം, പിന്നെയും നമ്മൾക്ക് ഇങ്ങനെ പോവാം, പിന്നെയും നമുക്ക് തിരിച്ചു വരാം. ഇങ്ങനെ ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായിട്ട് ജനിക്കാം. ആ അച്ഛനും അമ്മയും ശരിയില്ല എന്ന് വിചാരിക്കാം. അടുത്ത ജന്മം വേറെ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായിട്ട് ജനിക്കാം. ഇന്ന് ഒരാളെ കല്യാണം കഴിക്കാം, അയാൾ ശരിയില്ല എന്ന് വിചാരിക്കാം. അടുത്ത ജന്മം വേറെ ആളെ കല്യാണം കഴിക്കാം, അതിലും കേമായിട്ട് ജീവിതം അനുഭവിക്കാം. ഇന്നുള്ള കുട്ടി നമുക്ക് പ്രശ്നക്കാരനാണ്, പ്രശ്നക്കാരിയാണ്, നമുക്ക് ശരിയാവില്ല, ഇങ്ങനെ ഈ കുട്ടിയെ വേണ്ടെന്ന് പറയാം. അങ്ങനെ കുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത ജന്മം ചിലപ്പോൾ കുട്ടിയെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ കുട്ടിയായിരിക്കും ഉണ്ടാവുക. ഇതിങ്ങനെ തുറന്ന് കുട്ടിയായാലും പട്ടിയായാലും ഒക്കെ ഒരേപോലെ നമ്മൾ ഇതിങ്ങനെ തുറന്ന് ഇങ്ങനെ പോകാം. എന്ത് കണ്ടുപിടിച്ചില്ലെങ്കിൽ, എന്താണ് യഥാർത്ഥമായ കണ്ണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ആനന്ദമായി മാറി പൂർണ്ണത പ്രാപിച്ചില്ലെങ്കിൽ, പരമമായ ജീവിത ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ ഇതൊക്കെയാണ് സംഭവിക്കുക. അപ്പോ പിന്നെ നാമകീർത്തനം ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കൂ, അല്ലെങ്കിൽ ഇത് കേൾക്കൂ, എന്നിട്ട് വീണ്ടും വീണ്ടും ഒന്ന് മനനം ചെയ്യൂ. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ആർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. അർക്കാനലാദി വെളിവ് ഒക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താൻ എന്നുറയ്ക്കുമളവ് ആനന്ദമെന്ത് ഹരിനാരായണായ നമ. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന് കണ്ണു, മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താൻ എന്നുറയ്ക്കുമളവാനന്ദമെന്ത് ഹരിനാരായണായ നമ. ഈ ശ്ലോകം കുറച്ചും കൂടിയും ഗംഭീരമായിട്ടുള്ള ഒരു ആശയമാണ് നമുക്ക് തരുന്നത്. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ്, മനം. അർക്കൻ പറഞ്ഞ സൂര്യൻ, അനലൻ പറഞ്ഞാൽ അഗ്നി, വെളിവ് സത്യം തേജസ്, അതൊക്കെ ഗ്രഹിക്കുന്ന കണ്ണ്. നമ്മുടെ കണ്ണൊക്കെ അങ്ങനെയാണ്, എല്ലാറ്റിനെയും കാണുന്നത് നമ്മുടെ കണ്ണാണ്. സൂര്യനെ നമ്മുടെ കണ്ണ് കാണുന്നു, അഗ്നിനെ നമ്മുടെ കണ്ണ് കാണുന്നു. അതൊക്കെ ഗ്രഹിക്കുന്ന നമ്മുടെ കണ്ണ്. വെറുതെ കാണുന്ന കണ്ണ് എന്ന് പറയുന്നില്ല, സൂര്യനെയും അഗ്നിയെയും ഒക്കെ കാണുന്ന കണ്ണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗീതയിൽ പറയുന്നുണ്ട്, ആദിത്യനിലും ചന്ദ്രനിലും അഗ്നിയിലും ഉള്ളതും ലോകത്തെ പ്രകാശിപ്പിക്കുന്നതുമായ തേജസ് എന്റേതാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോ സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും ഒക്കെ കാണുന്നു എന്ന് പറയുമ്പോ പ്രകാശത്തെ കാണുന്നു എന്നർത്ഥം. ആരാണ് കാണുന്നത്? പ്രകാശം തന്നെ, നമ്മളിലുള്ള പ്രകാശം തന്നെ. എവിടെയുള്ള പ്രകാശം? നമ്മളിലുള്ള പ്രകാശം. നമ്മള് പ്രകാശത്തിന്റെ പിണ്ഡീഭൂത അവസ്ഥയാണ്. പൃഥ്വി, അപ്പോ, തേജസ്, വായു, ആകാശം നമ്മളിലുണ്ട്. നാം തന്നെയാകുന്ന തേജസ്സിന്റെ പ്രവർത്തന സ്വരൂപമാണ് നമ്മുടെ ബുദ്ധി, ചിത്തം, അഹങ്കാരം, മനസ്സ്, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം.
ഗീത ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വേഗം മനസ്സിലാവും കേട്ടോ. കുറച്ച് ആത്മീയമായിട്ട് ഒരു കുറച്ച് എന്താ പറയാ അന്വേഷണം നടത്തിയിട്ടുള്ളവർക്ക് ഇത് കിട്ടും. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ചർച്ചയിൽ പറയാം കേട്ടോ. ഇതിലൊക്കെ കൂടി വ്യാപിച്ച് ഇവയുടെ ഒക്കെ ആകത്തുകയായി എന്നാൽ ഇവയോടൊന്നും ബന്ധപ്പെടാതെ ഇവയിലൂടെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവ് പ്രകാശമാണ്. അതൊക്കെ അതവിടെ നിൽക്കട്ടെ. ഇത്രയും കാര്യം മനസ്സിലായില്ലെങ്കിൽ പോട്ടെ, സാരില്ല. ഇപ്പൊ പറയുന്നത് എന്താന്നോട് പറയാം. നമ്മളിപ്പോ സൂര്യനെയും അഗ്നിനെയും ഒക്കെ കാണുന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണിന്റെ കണ്ണ് മനസ്സാണ്. സംശയമുണ്ടോ? കണ്ണിന്റെ കണ്ണ് മനസ്സാണ്. അതിന്റെ കണ്ണ് എന്താണ്? അതിന്റെ കണ്ണ് ബുദ്ധിയാണ്, ആത്മാവാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മള് കണ്ണ് തുറന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്, കണ്ണ് തുറന്നിരിക്കുകയാണ്. നമ്മൾ അവിടെ അങ്ങനെ ഒരു പാട്ട് കേൾക്കുകയാണ്. എന്താ പാട്ട്? റേഡിയോന്ന് നമ്മുടെ ഇഷ്ടഗാനം വരുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. റേഡിയോന്ന് പാട്ട് കേൾക്കുന്നു. നമ്മളത് കേട്ടിട്ട് ഇങ്ങനെ കണ്ണും തുറന്നിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു. നമ്മൾ കാണുമോ? കാണില്ല. കാരണം നമ്മളെ മനസ്സ് എങ്ങോട്ട് പോയി? ആ പാട്ടിലേക്ക് പോയി. നമ്മള് ഇപ്പൊ വല്ലാത്ത ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥ, എന്തെങ്കിലും നമ്മൾ കാണുമോ? അപ്പൊ ഇന്നലെ വൈകുന്നേരം നമ്മള് വണ്ടിയ ബാങ്ങിലെ നമ്മുടെ പ്രിയപ്പെട്ട ബാങ് സ്കൂളത്തെ കുട്ടികളുടെ ടീച്ചർമാരുടെയും ആ ദുരന്തം കണ്ടിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പറ്റിയോ? മനസ്സ് മുഴുവൻ അതിൽ പോയപ്പോ നമ്മൾ വല്ലതും കാണുണ്ടായോ? കണ്ടില്ല. അപ്പൊ കണ്ണിന്റെ നമ്മുടെ എന്താ പറയാ പുറം കണ്ണിന്റെ അകത്ത് ഉള്ള കണ്ണ് മനസ്സ്. അപ്പൊ ആ മനസ്സാകുന്ന കണ്ണിനും കണ്ണാണ് ആത്മാവ്. പ്രകാശത്തെ അറിയുന്ന, പ്രകാശത്തെ തേടിപ്പോകുന്ന ഒരു അധ്യാത്മ വിദ്യാർത്ഥി ബാഹ്യമായ കണ്ണിനെയും അതിന്റെ കണ്ണായ മനസ്സിനെയും പിന്നെ മനസ്സിനും കണ്ണായ ആത്മാവിനെയും എങ്ങനെ സമീപിക്കണത്രേ? പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധികളിലൂടെ സമീപിച്ച് അനുഭവിച്ചറിയണം. അത്ര പെട്ടെന്നൊന്നും ആകുന്ന കണ്ണിനെ അറിയാൻ പറ്റില്ല. അതിന് അതാണ് നമ്മൾ അമ്പലത്തിലെത്തുമ്പോൾ കണ്ണടച്ച് നിൽക്കുന്നത്. അത് പുറത്തുള്ള കണ്ണിൽ നിന്ന് മനസ്സിലേക്കും അതിൻ്റെ ഉള്ളിലേക്കും പോകാനുള്ളൊരു ചെറിയ ശ്രമം. ഇപ്പൊ പുറത്തുള്ള കണ്ണിൽ നിന്ന് അകത്തുള്ള കണ്ണ് എല്ലാറ്റിനെയും അടക്കുക, എന്നിട്ട് ആത്മാവാകുന്ന കണ്ണിലേക്ക് എത്തണം. അതാണ് നമ്മൾ എന്ന് അനുഭവിച്ചറിയണം. കണ്ണായിരുന്ന പൊരുൾ താൻ എന്നുറയ്ക്കും അളവ് ആനന്ദമെന്ത്. ആ ആത്മാവാകുന്ന കണ്ണ് അഥവാ ഉണ്മ ഞാൻ തന്നെയാണ് എന്ന് അനുഭവിച്ചറിയുമ്പോൾ എല്ലാ സാംസാരിക ബന്ധങ്ങളിൽ നിന്നും എല്ലാ പ്രപഞ്ച ബന്ധങ്ങളിൽ നിന്നും മോചനം കിട്ടി സുഖദുഃഖാദികളായ ദ്വന്ദ്ഭാവങ്ങൾക്ക് വിധേയനാകാതെ പിന്നെ നമുക്ക് എന്താണ്, നമ്മള് ആ ഒരു ഊർജമാണ്, ആ ഒരു ആത്മാവാണെന്ന് നമുക്ക് മനസ്സിലായ പിന്നെ നമ്മളെ ഒരു സുഖവും ബാധിക്കില്ല, ഒരു ദുഃഖവും ബാധിക്കില്ല. നിതാന്ത മധുരമായ അഖണ്ഡമായ ആനന്ദമായിട്ട് ഒരുവൻ പൂർണ്ണത പ്രാപിക്കും. അതാണ് പരമമായ ജീവിത ലക്ഷ്യം. അല്ലെങ്കിൽ എല്ലാ ഗുരുക്കന്മാരും പറയുന്നത് പോലെ, മോഹൻജി പറയുന്നത് പോലെ കുറേ ദുഃഖവും കുറേ സുഖവും കുറേ ആഗ്രഹവും ഒക്കെ ആയിട്ട് പതുക്കെ 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 ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ ക്യാൻസർ വന്നിട്ടോ വേറെ കൈയും കാലും ഒഴിഞ്ഞിട്ടോ സ്ട്രോക്ക് വന്നിട്ടോ ഒക്കെ ഇങ്ങനെ പോകാം. എന്നിട്ട് ആ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ തിരിച്ചു വരാം, പിന്നെയും കുറെ അനുഭവിക്കാം, പിന്നെയും നമ്മൾക്ക് ഇങ്ങനെ പോവാം, പിന്നെയും നമുക്ക് തിരിച്ചു വരാം. ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഒരു അച്ഛൻ്റെ അമ്മയുടെയും മക്കളായിട്ട് ജനിക്കാം, ആ അച്ഛനും അമ്മയും ശരിയില്ല എന്ന് വിചാരിക്കാം. അടുത്ത ജന്മം വേറെ അച്ഛൻ്റെ അമ്മയുടെ മക്കളായിട്ട് ജനിക്കാം. ഇന്ന് ഒരാളെ കല്യാണം കഴിക്കാം, അയാൾ ശരിയില്ല എന്ന് വിചാരിക്കാം. അടുത്ത ജന്മം വേറെ ആളെ കല്യാണം കഴിക്കാം, അതിലും കേമായിട്ട് ജീവിതം അനുഭവിക്കാം. ഇന്നുള്ള കുട്ടി നമുക്ക് പ്രശ്നക്കാരനാണ്, പ്രശ്നക്കാരിയാണ്, നമുക്ക് ശരിയാവില്ല, ഇങ്ങനെ ഈ കുട്ടിയെ വേണ്ടെന്ന് പറയാം. അങ്ങനെ കുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത ജന്മം ചിലപ്പോൾ കുട്ടിയെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ കുട്ടിയായിരിക്കും ഉണ്ടാവുക. ഇതിങ്ങനെ തുറന്നു, കുട്ടിയായാലും പട്ടിയായാലും ഒക്കെ ഒരേപോലെ നമ്മൾ ഇതിങ്ങനെ തുറന്ന് ഇങ്ങനെ പോകാം. എന്ത് കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്താണ് യഥാർത്ഥമായ കണ്ണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ആനന്ദമായി മാറി പൂർണ്ണത പ്രാപിച്ചില്ലെങ്കിൽ, പരമമായ ജീവിത ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിൽ
ഇതൊക്കെയാണ് സംഭവിക്കുക. അപ്പോ പിന്നെ ഹരിനാമകീർത്തനം ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കൂ, അല്ലെങ്കിൽ ഇത് കേൾക്കൂ, എന്നിട്ട് വീണ്ടും വീണ്ടും ഒന്ന് മനനം ചെയ്യൂ. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഹരിനാമ കീർത്തനമിതുര ചെയ്വതിന്നു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ത ഭൂസുരരും നരനായി ജനിച്ചുടനെ മരണം ഭവിപ്പളവും ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ഹരിനാമ കീർത്തനം ഇതുര ചെയ്വതിന് ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും നരനായി ജനിച്ചുടനെ മരണം ഭവിപ്പളവും ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ഹരിനാമ കീർത്തനം ശരിക്കും ഇവിടെയാണ് തുടങ്ങുന്നത്. ഇതുവരെ ആമുഖം പറയാ ചെയ്തത്. ഹരി എന്ന് തുടങ്ങിയിട്ട് ക്ഷ എന്നുള്ള അക്ഷരത്തിലാണ് ഹരിനാമ കീർത്തനം അവസാനിക്കുന്നത്. ഗുരുവിന്റെയും ദേവന്മാരുടെയും ബ്രാഹ്മണരുടെയും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രന്ഥകാരൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കർമ്മം, ജ്ഞാനം, ഭക്തി, യോഗം നമ്മൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. അതിൽ ഭക്തിക്കാണ് ചിലര് പ്രാധാന്യം കൽപ്പിക്കുന്നത്. മോക്ഷ സാധന സാമഗ്രി ഭക്തി മാത്രമാണെന്ന് ഋഷി പറയുന്നുണ്ട്. പക്ഷെ ജ്ഞാന, കർമ്മ, ഭക്തി യോഗങ്ങൾ പാരസ്പര്യം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നിന് മറ്റുള്ളതിനെ അപേക്ഷിച്ചൊരു പ്രാധാന്യം നൽകേണ്ടത് ഇല്ല എന്നാണ് പറയുന്നത്. സ്നേഹിക്കാനുള്ള വാസന ജീവികളിൽ കൂടുതലായിട്ടുണ്ട്. വാസന കർമാഭിമുഖവും ജ്ഞാനാഭിമുഖവും കൂടിയാണ്. ഭക്തി ഉണ്ടെങ്കിലും കർമ്മത്തിനോട് വാസന ഉണ്ടാവൂലോ, നമുക്ക് ജ്ഞാനത്തിനോടും വാസന ഉണ്ടാവും. ജ്ഞാനത്തിനോടുള്ള വാസന ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ ഹരിനാമകീർത്തനം പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നത്. സ്നേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് എളുപ്പമാണ്, കൂടുതൽ സുഖകരവുമാണ്. അതുകൊണ്ട് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, സന്തോഷരുത്, ദേഷ്യരുത്, സുഖവും ദുഃഖവും പാടില്ല, ശുഭാശുഭങ്ങളെ ഉപേക്ഷിക്കണം. ഇങ്ങനെയുള്ള ഭക്തനാണ് ഭഗവാന് പ്രിയങ്കരനായിട്ടുള്ളവെന്ന് പറയുന്നുണ്ട്. ഗീതയില് സത്യത്തില് ഇവിടെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹരിനാമകീർത്തനം പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും അനുഗ്രഹിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് പറയാണ്. അപ്പൊ ഭക്തി മാർഗത്തില് സഞ്ചരിക്കുന്ന ആൾക്കാര് എന്തിലാ തുടങ്ങേണ്ടത്? സഗുണാരാധനയിലാണ് തുടങ്ങേണ്ടത്. സഗുണാരാധന പറയുമ്പോൾ ക്ഷേത്രോപാസന ആണ്, ഭജന, പൂജന, സ്മരണ, പാദസേവന, അതൊക്കെ നമ്മള് വിഗ്രഹം എഴുതച്ഛൻ പറഞ്ഞ പോലെ ക്രിയാമാർഗം വെള്ളത്തിലോ സാളഗ്രാമത്തിലോ ബിംബത്തിലോ കല്ലിലോ ഒക്കെ ഭഗവാനെ കണ്ടിട്ട് വെച്ച് പൂജിക്കുക, അതൊക്കെ സഗുണോപാസനയാണ്. അത് ചെന്ന് എങ്ങോട്ട് വരും? നിർഗുണാരാധനയിൽ നിൽക്കും. വികാരം ഇല്ലാത്ത, നാമരൂപങ്ങളില്ലാത്ത നിർഗുണനായിട്ടുള്ള ബ്രഹ്മത്തെ ധ്യാനിക്കാൻ വളരെ വിഷമാണ്, അത്ര എളുപ്പല്ല. ബ്രഹ്മത്തെ രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ മറ്റു മതക്കാരുടെ കാര്യം പറയുമ്പോൾ എന്ന് വെച്ചാൽ ക്രൈസ്തവരുടെ കാര്യമല്ല പറയുന്നത്. അവര് ജീസസിനെയോ അമ്മയോ ഒക്കെ മറിയത്തിനെയോ ഒക്കെ രൂപം വെച്ചിട്ട് തന്നെയാണല്ലോ ആദ്യം കൊല്ലുന്നത്. പക്ഷെ നേരെ മറിച്ച് ഇസ്ലാം സമ്പ്രദായത്തിൽ നോക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള രൂപം പാടില്ല. സഗുണാരാധന എന്നത് നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ അവര് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടോ, അതുപോലെ നമ്മളിപ്പോ എന്തെങ്കിലും അമ്പലത്തിലത്തെ പ്രസാദമോ ദേവതോപാസനയോ എന്താണെങ്കിലും അത് അവർക്ക് കഴിക്കുക പോലും ഇല്ല. കാരണം അവർക്കത് പാടില്ല എന്നാണ് പറഞ്ഞത്.
അങ്ങനെയാണ് അവർ പറയാറ്. കാരണം എനിക്ക് വളരെ കൂടുതലായിട്ട് പിന്നെ ഇസ്ലാം കൃത്യമായിട്ട് ശീലിക്കുന്ന ആളുകളുമായിട്ട് വളരെയധികം അടുപ്പുള്ളത് കൊണ്ട് കൃത്യമായിട്ട് പറയാൻ കഴിയും. കാരണം നമുക്കറിയാം അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ ചുറ്റും അങ്ങനെയുള്ളവരാണല്ലോ. അപ്പൊ കൃത്യമായിട്ട് അറിയാം. ഉപാസനകളെ പറ്റിയൊക്കെ പറയാറുണ്ട്. അപ്പൊ അവരുടെ ബദരീങ്ങൾക്ക് പോലും, ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ മലാഖമാര് അങ്ങനത്തെയൊക്കെ ഇതായിട്ടുള്ള ആൾക്കാരാണല്ലോ. യുദ്ധത്തിലുള്ള അങ്ങനത്തെ ആൾക്കാര്, സമൂഹത്തിന് വേണ്ടി ജീവിച്ചിട്ടുള്ള ആൾക്കാര്, സിദ്ധരായിട്ട് വന്നവര്, അവർക്ക് പോലും, അവരെ പോലും അവർ പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി പോലും അർച്ചിച്ചത് ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെയാണ് കൃത്യമായ ഇസ്ലാം മത വിശ്വാസികൾ പറയാം. സഗുണോപാസന നിഷിദ്ധമാണ്. അത് ഏകനായിട്ടുള്ള, സത്യത്തിൽ നമ്മൾ ആ വഴിക്ക് തന്നെയാണ്, പക്ഷെ രണ്ട് രീതിയിലാണ് മാത്രം. ഏകനായിട്ടുള്ള വെറും വെളിച്ചത്തിൽ മാത്രം അതിനെ രൂപമേ സങ്കല്പിക്കാതെ ഉള്ള ധ്യാനമാണ് നിസ്കാരം കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത്. അത് എത്ര കണ്ട് എഫക്റ്റീവാണ്, എത്ര കണ്ട് എന്നറിയില്ല, എത്ര കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പഠനം അവർക്ക് ആവശ്യമായി വരുന്നത്. ചെറുപ്പം മുതൽക്കേ അവർക്ക് പഠനമുണ്ടല്ലോ. ആ പഠനം കൊണ്ടല്ലാതെ എത്താൻ കഴിയില്ല. പഠനം കൊണ്ട് തന്നെ എത്തുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പോ അങ്ങനെയൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് ഒരിക്കലും നിർഗുണോപാസന എളുപ്പമുള്ള കാര്യമല്ല. സഗുണോപാസനയിൽ പോകുന്നു, ചിലരൊക്കെ അവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ മോഹൻജിയുടെ ആ ഒരു ടോക്ക് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പലരും, കോഴിക്കോട്ടുള്ള. അപ്പൊ അതില് സ്വാഗതം പറഞ്ഞിട്ടുള്ള ആൾ പറയുന്നുണ്ട്, ക്ഷേത്രത്തില് വിവേകാനന്ദന്റെ ക്ഷേത്രത്തില് ജനിക്കാം പക്ഷെ മരിക്കരുത് എന്ന്. കാരണം അതിന്റെ ഒരു ക്ഷേത്രമായാലും ഇതായാലും ചർച്ച ആയാലും ഒക്കെ അതിന്റെ ഒരു തുടക്കം മാത്രമാണ്, ആദ്യത്തെ സ്റ്റെപ്പാണ്. അതിലൂടെ നമ്മൾ എങ്ങോട്ട് പോകണം എന്നാ പറയണത്? നാമരൂപരഹിതനും നിർഗുണനുമായിട്ടുള്ള ബ്രഹ്മത്തെ ധ്യാനിച്ചു പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ നാമജപം, വിഗ്രഹാരാധന, ക്ഷേത്രദർശനം, തീർത്ഥാടനം തുടങ്ങിയവ ഭക്തിയോഗത്തിന്റെ അംശങ്ങളാണ്. ഏറ്റവും എളുപ്പം നാമജപമാണ്. ഈ വിഗ്രഹം വേണ്ട, പൂജ വേണ്ട, വിളക്ക് വേണ്ട, ഒന്നും വേണ്ട. നാമം ജപിച്ചാൽ മാത്രം മതി. നാമജപത്തിന്റെ ഫലം ദൂരവ്യാപകമാണ്. അതുകൊണ്ട് 10-ാം അധ്യായത്തില് ഭഗവാൻ ഗീതയില് യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ വെച്ചിട്ട് ഞാൻ ജപയജ്ഞാണ് എന്ന് നാമജപത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോ യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ജപത്തെ കൂട്ടിയത് കൊണ്ട് സ്ഥൂല രൂപത്തിലുള്ള നാമജപം അല്ല എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. സൂക്ഷ്മ രൂപത്തിലുള്ള നാമജപം ആണ് ഭഗവാൻ പറയുന്നത്. വെറുതെ രാമ 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 നാരായണ 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 ഇതല്ല നാമജപം എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും. വൈഖരി മാത്രല്ല, വൈഖരി വാക്കുകൊണ്ട് ഉച്ചരിക്കുന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ എന്താണ് നാമജപം എന്ന് ചിലപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടിയും വരും. ജ്ഞാനം, കർമ്മം, ഭക്തി, സാധനങ്ങളുടെ ലക്ഷ്യം സംസാരമോചനാണ്, ഈ ലോക ജീവിതത്തിന്റെ മോചനാണ്. നാം സ്വീകരിക്കുന്ന ജീവിത രീതി ദ്വന്ദ്വാത്മക ബോധത്തിന് അതീതമായിരിക്കണം. ബ്രഹ്മസാക്ഷാത്കാരം നമ്മുടെ പൂർണ്ണത്വത്തിന്റെ സാക്ഷാത്കാരമാണ്. അത് സനാതനമായ സത്യമാണ്. നമ്മുടെ സ്വഭാവത്തിന്റെ തന്നെ വികസിത ഭാവത്തിന്റെ ബോധമാണ്. നിർവികൽപമായിട്ടുള്ള അവസ്ഥയാണത്. എന്ന് വെച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറൊരു ലക്ഷ്യമില്ല. ബ്രഹ്മ സാക്ഷാത്കാരം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അത് പൂർണ്ണത്വമാണ്. അവിടെ തന്നെ പിടിക്കണം എന്നർത്ഥം. അതായത് വഴിയിലൊന്നും നിൽക്കാൻ നമ്മൾ തയ്യാറല്ല, നമ്മൾ ഉറപ്പിക്കണം. ജ്ഞാന കർമ്മ ഭക്തികള് സാധനകളും യജ്ഞങ്ങളുമാണ്. അത് വഴി മാത്രമാണ്. ജ്ഞാനം, കർമ്മം, ഭക്തി അതിലേക്ക് എത്താനുള്ള വഴിയാണ്. ഇന്ദ്രിയങ്ങളെ മനസ്സിലും മനസ്സിനെ ബുദ്ധിയിലും ബുദ്ധിയെ ആത്മാവിലും ഹോമിച്ച് കഴിയുമ്പോ യജ്ഞം സമാപിക്കും. ഇന്ദ്രിയ വ്യാപാരത്തില് ഭോഗകാംക്ഷയുണ്ട്. ഭോഗകാംക്ഷ സംസാരകാരനാണ്. ഭോഗേച്ഛയെ പരിധി വെച്ച് തൃപ്തിപ്പെടുത്തുക എന്ന് വെച്ചാൽ തീർത്തും നമ്മള് ഭോഗേച്ഛ ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. വിശന്നാ ഭക്ഷണം കഴിക്കണ്ടേ? ഇഷ്ടമില്ലാത്ത ഭക്ഷണം ആർക്കെങ്കിലും കഴിക്കാൻ പറ്റുമോ? അപ്പൊ അതിനൊരു പരിധി വെക്കുക. നമുക്ക് നമ്മളെ കീഴ്പ്പെടുത്താത്ത ഭക്ഷണം കഴിക്കാന്ന് വെക്കുക, അല്ലാത്തത് വേണ്ടാന്ന് വെക്കുക. ഇന്ദ്രിയങ്ങളെ നമുക്ക് വേണ്ടത് കുറച്ച് അത് മതി, അല്ലാത്തത് വേണ്ടാന്ന് വെക്കുക. അതിനെന്ത് വേണം? അതിന് വഴി പറയാണ്. നമ്മുടെ കാമനകൾ വിടാൻ വേണ്ടി സമർപ്പണ ബുദ്ധി വേണം. ഇപ്പൊ മോഹൻജി ഒരിക്കൽ പറയണ്ടായിട്ടില്ലേ, മോഹൻജിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം നോൺ വെജ് കഴിക്കാത്തവരുണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് സമർപ്പണാണ്. അപ്പൊ നമുക്കിഷ്ടമുള്ള ആൾക്ക്, നമുക്കിഷ്ടമുള്ള ഗുരുവിന്, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഭഗവാൻ കൃഷ്ണന് നോൺ വെജ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നോൺ വെജ് വേണ്ട എന്ന്
പറയാനുള്ള ഇത് വേണം. ഭഗവാൻ കൃഷ്ണൻ ഒരിക്കലും പരദൂഷണം, ഏഷണി, അന്യരെ പറ്റിയുള്ള പറച്ചില്, ആവശ്യമില്ലാതെ ഇതിനൊക്കെ വേണ്ടി സമയം കളയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. കൃഷ്ണൻ അങ്ങനെയൊന്നും നേരം കളഞ്ഞിട്ടില്ല. സത്രാജിത്തിന്റെ ഒക്കെ ഭാഗത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള നടപടി എടുക്കുകയാണ്. ഭാഗവതത്തിലൊക്കെ ബുദ്ധിപൂർവമായിട്ടുള്ള നടപടി എടുക്കുകയാണ് നാരായണീയത്തിലും ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ കൃഷ്ണന് ഇഷ്ടമല്ല എന്ത് പരദൂഷണം പറയുന്നത്, ഏഷണി പറയണത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണതും. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ഇതാണെന്ത് സമർപ്പണ ബുദ്ധി.